ഇന്ന് ഒരു സൺഡേ ആണ്. കുറെ അധികം നാളായി ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട്. സോ ഐ തോട്ട് ഇന്ന് ഞങ്ങളുടെ സൺഡേ വിശേഷങ്ങൾ കാണിച്ചു തരാമെന്ന് കരുതി. ബട്ട് വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഈവനിങ് ആയി, പുറത്ത് ലൈറ്റ് ഒക്കെ പോയി തുടങ്ങി. എങ്കിലും എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു സൺഡേ ഈവനിങ് എന്ന് കാണിച്ചു തരാം. എന്നും ഇതുപോലൊന്നും അല്ല കേട്ടോ, വല്ലപ്പോഴും മാത്രമേ ഇതുപോലൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോവാം. ബാക്കിൽ നിന്ന് നല്ല ഗോൾഡൻ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഗോൾഡൻ അവറാണ്, സൺസെറ്റിന്റെ ടൈമാണ്. അതുകൊണ്ട് തന്നെ സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇന്നത്തെ പരിപാടി നമ്മൾ പുറത്തുനിന്ന് ഞം കഴിക്കണം. ദെൻ വേറെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് കാണിക്കാം. അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വീഡിയോ എടുക്കുന്നു, ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് വീഡിയോ എടുക്കുന്നു. അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ റെഡിയായി പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഈ പുള്ളിക്കാരന് വേണ്ട ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ മാത്രം ഞം കഴിച്ചാൽ പോരല്ലോ, അപ്പോൾ ഇതിനൊക്കെ ഫുഡ് കൊടുക്കണ്ടേ. കുറേ നാളായിട്ട് ഇതിനെ ആരും ടേക്ക് കെയർ ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനെ കൈവശപ്പെടുത്തി ഇനി ഇതിന് കാര്യമായ ഫുഡൊക്കെ കൊടുത്ത് ഇതിനൊരു നല്ല കുട്ടിയാക്കി വളർത്തിയെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അറിയില്ല, നോക്കാം എങ്ങനെ ആയി വരും എന്നുള്ളത്. പുറത്ത് സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് ആ ഒരു ഗോൾഡൻ ലൈറ്റ്. വേറൊരു വെറൈറ്റി സാധനം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് മരുഭൂമിയിലെ സൂര്യൻ. സൂര്യൻ ആ സൈഡിലല്ലേ, പിന്നെ ഇങ്ങനെ നിൽക്കുന്നത്. യെസ്, അതെനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല കേട്ടോ. നോർമലി ഈ സൺഫ്ലവർ സണ്ണിനെ നോക്കിയാണല്ലോ നിൽക്കുന്നത്. മോർണിംഗ് ഒരു സൈഡും ഈവനിങ് ആകുമ്പോൾ ഒരു വേറൊരു സൈഡും. ബട്ട് ഈ സൺഫ്ലവർ എന്താണോ എന്തോ സണ്ണിന് ഓപ്പോസിറ്റാണ് നിൽക്കുന്നത് എനിക്ക് തോന്നും. ബിൽഡിങ്ങിൻ്റെ ഷെയ്ഡൊക്കെ അടിച്ചിട്ട് അവർക്ക് സണ്ണിനെ കാണാൻ പറ്റാത്ത വിഷമം കൊണ്ട് പിണങ്ങി നിൽക്കുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നേരെ കയറി ഇരുന്നിട്ടുണ്ട്. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഗോഷ്ടികൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ സമാധാനം വരില്ല. എന്ത് എവിടെ ചെയ്യണം എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ലഞ്ചിൻ്റെ ടൈമായി. ഇതിപ്പോൾ ഇതാ ഈവനിങ് ആയിട്ടുണ്ട്. ഇതിനിടയിൽ കുറച്ച് വിശന്ന് തുടങ്ങി. പിന്നെ ഡിന്നർ കഴിക്കാൻ പോകണം. ഡിന്നർ പുറത്ത് പോയി കഴിക്കാം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിനിടയിൽ എന്തെങ്കിലും കുറച്ച് സ്നാക്സ് കിട്ടുമോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പല്ല, ഈ ഷോപ്പിൽ ഫേമസ് ആയിട്ടൊരു കട്ട്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ അവിടുത്തെ കട്ട്ലേറ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ് കട്ട്ലേറ്റ്. വായിലിട്ട് അലിഞ്ഞു പോകും, അത്രയ്ക്ക് സോഫ്റ്റാണ് അവിടുത്തെ കട്ട്ലേറ്റ്. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പം കട്ട്ലേറ്റിൻ്റെ സൈസ് കുറച്ച് വലുതായിട്ടുണ്ട്. ടേസ്റ്റിലും ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഉള്ളിൽ ഭയങ്കര സോഫ്റ്റാണ്, പക്ഷെ പുറത്തെ കോട്ടിങ് കുറച്ച് ഹാർഡ് റബ്ബർ കണക്ക് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും കുഴപ്പമില്ല, വിശന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ കഴിച്ചല്ലേ പറ്റും. അങ്ങനെ നമ്മൾ കട്ട്ലറ്റൊക്കെ കഴിച്ചു. നേരെ എങ്ങോട്ട് പോകും എന്നാലോചിച്ചിട്ട് നേരെ നമ്മൾ തൊട്ടടുത്തുള്ള മാളിലാണ് പോയത്. ഷാർജയിലോ ദുബായിലെ പോലെ റാസൽ ഖൈമയിൽ വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല, ബട്ട് നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. അങ്ങനെ തൊട്ടടുത്തുള്ള മനാർ മാളിലോട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ പുറത്ത് ഔട്ട്ഡോർ നടക്കാൻ വേണ്ടിയിട്ട് നല്ല കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ മാളിനുള്ളിലോട്ട് കയറിയിട്ടുണ്ട്. എൻ്റെ ഹെയർ ആദ്യം കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ബട്ട് ഇതിപ്പോൾ വളർന്നു തുടങ്ങിയപ്പോൾ ഒരുമാതിരി കൂഴിവാല് കിടക്കുന്ന ഇതിൻ്റെ എൻഡ്. സ്റ്റൈൽ ചെയ്യാനുള്ള സാധനങ്ങൾ സ്ട്രൈറ്ററൊക്കെ ഞാൻ നാട്ടിൽ വെച്ചിട്ടാണ് വന്നത്. അതെടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് ഇതൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കണം. അല്ലാതെ ഇങ്ങനെ ഇത് കിടക്കുന്ന കണ്ടിട്ട് ഒരു ഭംഗിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ മാളിൻ്റെ പുറത്ത് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ വാട്ടർ ഫൗണ്ടൻ, പിന്നെ പിള്ളേർക്ക് കടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിങ്, പിന്നെ ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. നമ്മളിന്ന് വന്ന ദിവസം പ്രോഗ്രാം ഒന്നുമില്ല. ഔട്ട്ഡോർ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടുത്തെ എൻജോയ് ചെയ്തു. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പോണ്ടാണോ അതോ ലേക്കാണോ എന്തോ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് മറ്റേ പെഡൽ ബോട്ട് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ പറ്റും. തന്നെ ഈ സ്റ്റേജുണ്ട്. സ്റ്റേജൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നാളെ ഒരു സ്റ്റേജിലൊക്കെ കയറിയിട്ട് അങ്ങനെ നമ്മൾ ഈ സ്വിങ്ങിലിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ആ ഒരു ലേക്കാണോ പോണ്ടാണോ എന്തോ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് അവിടെ കുറേ നേരം ഇരുന്നു. എന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയപ്പം 2 കുട്ടികൾ സ്റ്റേജ് കൈയടക്കിയിട്ടുണ്ട്. അവരവിടെ കിടന്ന് എന്തൊക്കെയോ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ കാലിൽ വന്നു. ഇനി എവിടെ പോകണം? ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ഡൈനിങ്ങിന് പോകണം. നോർമലി നമ്മൾ പുറത്തുനിന്ന് പാഴ്സൽ വാങ്ങിക്കും, റൂമിൽ വന്നിരുന്ന് കഴിക്കും.
ഇപ്രാവശ്യം കരുതി എന്തായാലും ഡയറിന് പോയേക്കാമെന്ന്. ഇത് റാസൽ കൈമ നെയ്മളാണെന്ന് തോന്നുന്നു, അവിടെ ഉള്ളൊരു അപ് ടൗൺ ആണ്. ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത് ഈ ഒരു ചിക്കൻ ലോലിപോപ്പാണ്. ഓക്കെ അത്രേ പറയാൻ പറ്റുള്ളൂ, പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ് ടൗൺ സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണി ആൻഡ് ചീസ് നാൻ ആൻഡ് ബട്ടർ ചിക്കൻ. ഓക്കെ, ലെറ്റ്സ് ഹാവ്. ഞാൻ ഓർഡർ ചെയ്തത് ചീസ് നാനും ബട്ടർ ചിക്കനും ആയിരുന്നു. രണ്ടും അടിപൊളി ഐറ്റമായിരുന്നു. എന്താ പറയുക, അതിൻ്റെ ആ ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റ് ഇപ്പോഴും സ്റ്റിൽ വായിൽ നിൽക്കുന്നു. ചീസ് നാനും അടിപൊളിയായിരുന്നു. ആ രണ്ട് കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും ചീസ് നാനും ബട്ടർ ചിക്കനും അന്യായ കോംബോ ആണ്. എനിവേ ഓക്കെ. ദെൻ ഞാൻ ഒരു അത്ര വലിയ ഫുഡി അല്ല, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കഴിക്കും എന്ന് കരുതി പുതിയ ഫുഡുകൾ ട്രൈ ചെയ്യാതൊന്നും ഇരിക്കില്ല. പുതിയ കുസീൻസും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ബട്ട് ഇന്ന് നമ്മൾ നോർമലി എല്ലാവരും കഴിക്കുന്ന ഫുഡ് തന്നെയാണ് ഓർഡർ ചെയ്തത്. ചീസ് നാനും ബട്ടർ ചിക്കനും അടിപൊളിയായിരുന്നു. ദെൻ നമ്മൾ ഓർഡർ ചെയ്ത ഈ ഒരു പ്രോൺസ് ബിരിയാണി, റൈസും ഫ്ലേവറും ഒക്കെ ഓക്കെ. ബട്ട് ആ പ്രോൺസ് ഒരു വികാരമില്ലാത്ത പ്രോൺസ് ആയിപ്പോയി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വലിയ പ്രോൺസ് ഒക്കെയാണ്, പക്ഷേ ബിരിയാണി ഓക്കെ അത്രേ ഉള്ളൂ, അല്ലാതെ അതിലും വലുതൊന്നുമല്ല. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏറ്റവും വലിയൊരു കാര്യം പറയുന്നത് ഇവിടുത്തെ ആംബിയൻസ്, ഇവരുടെ സർവീസൊക്കെ അടിപൊളിയാണ്. റേറ്റും തരക്കേടില്ലാത്ത റേറ്റാണ് കേട്ടോ, നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് എല്ലാം ഉള്ളത്. നെയ്മാളിനുള്ളിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ് ടൗൺ എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പേര്. അതിനുശേഷം നമ്മൾ തൊട്ട് മുകളിലുള്ള എവരുടെയിൽ പോയി ഈ ഒരു കപ്പ് കണ്ടപ്പോൾ എനിക്ക് റീൽ ചെയ്ത് വൈറലായ 2 പേരെ പെട്ടെന്ന് ഓർമ്മ വന്നു. സംഭവം കൊള്ളാം കേട്ടോ, ആൾക്കാരെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഒരു കുട്ടി ഈവനിങ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എവിടെയിൽ കയറി കുറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യം നടക്കാനുള്ള അടുത്ത് പോകുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഹീലിട്ടുകൊണ്ട് പോകരുത്. എന്നെ സംബന്ധിച്ച് എനിക്ക് പറ്റിയ അബദ്ധമാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഇതായിരുന്നു ഒരു കുട്ടി ഈവനിങ്.